കേരളത്തിലെ പോലീസ് സംഘടനകളെ ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിക്കുവാനും അതുവഴി സേനയെ പൂർണ്ണമായി ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാനുമുള്ള യു.ഡി.എഫ് സർക്കാരിന്റെ നീക്കം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പോലീസ് സംഘടനകളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഷീജയുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, ഈ യു.ഡി.എഫ് സർക്കാർ പോലീസ് സേനയെ ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ കാണുകയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്ത് ഇങ്ങനൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും കേരളത്തിലെ പോലീസ് സംഘടനകളെ ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിക്കാനും അതുവഴി സേനയെ പൂർണ്ണമായും ഭരണകൂടത്തിന്റെ ഒരു രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് കീഴ്പ്പെടുത്താനുമുള്ള യു.ഡി.എഫ് സർക്കാരിന്റെ നീക്കം, അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ പോലീസിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം 1979 മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നതാണ് പോലീസ് സംഘടനകൾ എന്ന് പറയുന്നത്. ആ സംഘടനാ സംവിധാനത്തെ ബന്ധപ്പെട്ടവരുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറാകാതെ ഏകാധിപത്യപരമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് അങ്ങനെ ഒരു സംവിധാനത്തെ സർക്കാർ ആകെ അട്ടിമറിച്ചിരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികൾ നിലനിൽക്കെ അവയെ നോക്കുകുത്തിയാക്കി അഡ്ഹോക് കമ്മിറ്റികളെ കുടിയിരുത്തുന്നത് അത് സംഘടനാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. പോലീസുകാരുടെ സംഘടനാ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന നടപടിക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായി കൂടിയാലോചിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. സിന്ധൂരി.